ശ്രീ മഹാദേവന്റെ അതായത് ശ്രീകണ്ഠന്റെ പ്രഭാവങ്ങൾ എങ്ങനെ പറയാമെന്ന് പറയുന്നു. ഒരു ധനം കിട്ടും, ഉണ്ടാവും, ആയുസ്സുണ്ടാവും, അതൊക്കെയാണ് അത് കേട്ടാലും പറഞ്ഞാലും ഉള്ള ഫലം എന്ന് പറയുന്നു. ലോകത്തിന് മുഴുവനും രഞ്ജിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, മാത്രമല്ല ജ്ഞാനം, പ്രീതി എല്ലാം കൊടുക്കുന്ന, പിന്നെ അതുമാതിരി നമ്മുടെ ദുഃഖം, ശോകം ഇല്ലാതാക്കുന്നതും മനോദോഷത്തിന് ഇല്ലാണ്ടാക്കുന്നതൊക്കെ കഥയാണ് ശിവം ആണത്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. അങ്ങനെയുള്ളൊരു കഥയാണ് ഈ ശിവരാത്രി മഹാത്മ്യാണ് ഇപ്പം പറഞ്ഞിരുന്ന ശിവരാത്രി അല്ല, മഹാശിവരാത്രി. അതുകൊണ്ട് കുറച്ച് ശിവന്റെ കഥ, ശിവരാത്രി മഹാത്മ്യം പറഞ്ഞിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് മഹാദേവന്റെ സേവിക്കുന്നതിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ലാന്നായി വരും. അത് ഓരോരോ ഈശ്വരന്മാരെ പ്രകീർത്തിക്കുമ്പോ അവരങ്ങനെ പറയും. അപ്പൊ ദേവി ഭാഗവതത്തില് ദേവീനെ കഴിച്ചിട്ടേ എല്ലാവരും ഉള്ളൂ എന്ന് പറയും. അതുപോലെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ പറയും മഹാവിഷ്ണു കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും ഉള്ളൂ എന്ന് പറയും. അതുപോലെ ഇതിലിപ്പോ പറഞ്ഞ് ശിവരാത്രി അല്ല, ശിവമഹാത്മ്യം, ശിവന്റെ പൂജയും കഴിച്ചിട്ടേ വേറൊന്നുമില്ലൂ എന്ന് പറയുന്നത്. ധർമ്മം ഉണ്ടാവും, അർത്ഥം ഉണ്ടാവും, മോക്ഷം ഉണ്ടാവും. ഇതൊക്കെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ ഇത് കിട്ടുമെന്ന് പറയണം. അത് മഹാദേവനെ അമരാരാധി, അങ്ങനെ മാരാരാധി, അതായത് മാരൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ആര്, മാരൻ കാമദേവന്റെ ശത്രു ആണ് മഹാദേവൻ. ആ മഹാദേവനെ ആരാധിച്ചാൽ ഇന്നതൊക്കെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഒക്കെ കിട്ടുമെന്ന് പറയുന്നത്. ദുസ്വപ്നം കാണൂല, ദുരാഗ്രഹം ഉണ്ടാവൂല, ക്ലേശം ഉണ്ടാവൂല, വ്യാമോഹം, എനിക്കത് ഇത് വേണ്ടാത്തതിനെ കുറിച്ചിട്ടുള്ള മോഹം ഉണ്ടാവില്ല, അതാണ് വ്യാമോഹം. അതൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല വ്യാധി ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, ദുസ്വഭാവം ഇല്ലാണ്ടാവും, ദുരന്താതി ഉണ്ടാവില്ല, ദുര്യോഗം ഉണ്ടാവില്ല, എല്ലാം ഒക്കെ ഭസ്മമായി തീരും എന്നാണ് പറയുന്നത്. ബുദ്ധിപൂർവം അല്ലാതെ ചെയ്താലും അറിയാതെ ചെയ്താലും മതി, അങ്ങനെ സിദ്ധിസാധനമായി സംഭവിച്ചിടും. അറിയാതെ ചെയ്താലും നമ്മൾ പറയില്ല, നാരായണ എന്ന് അറിയാതെ പറഞ്ഞാലും അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞാലും ഓ കഷ്ടം നാരായണ എന്നുള്ള രീതിയിൽ പറഞ്ഞാലും അത് നമുക്ക് പുണ്യം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ബുദ്ധിയില്ലാതെ ചെയ്താലും ആ ഭഗവാന്റെ സ്മരിച്ചാലും മതി എന്ന് പറയുന്നു. മാഘമാസത്തിൽ വരും ഇത് മാഘമാസം ഇപ്പൊ വരുന്നതാണ് ഈ കൃഷ്ണ ചതുർദശി. അതാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. ഉപവാസം ചെയ്തിട്ട് ഉറങ്ങാനും പാടില്ല. അന്ന് ഉപവാസം ചെയ്ത് നിദ്ര ഉപേക്ഷിക്കണം. അപ്പൊ ഇന്ദുശേഖരനോട് എന്തായാലും ചേരും ആ ആള് എന്ന് പറയുന്നു. രാത്രി ഉറങ്ങാൻ പാടില്ല, ശൈവപൂജ ചെയ്യണം. അന്ന് ശിവരാത്രി നാൾ ഉപവാസം. ഉറക്കൊയ്യിൽ പറഞ്ഞാൽ TV കണ്ടിട്ടും അങ്ങനെ ചെയ്തിട്ടും, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ തട്ടുപൊളിപ്പം പരിപാടി കണ്ടിട്ടൊന്നും ഉറക്കൊഴിയാനല്ല പറയുന്നത്. ശിവനെ പൂജിച്ചോണ്ട്, ആ ശിവനാമം ജപിച്ചോണ്ട് ഉറക്കൊയ്യണം. അങ്ങനെയുള്ളവർക്ക് ഒന്നും ഒരു ക്ലേശങ്ങളും ശരീര ക്ലേശങ്ങളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അമ്മയുടെ വയറ്റിൽ ജനിച്ചിട്ട് വീണ്ടും ദുഃഖവും സന്താപങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട എന്ന് പറയുന്നു. അതിന് നിങ്ങൾ ശിവരാത്രി നോറ്റോളൂ എന്ന് പറയുന്നു. പറഞ്ഞു ശിവരാത്രി നോൻപ് നോറ്റാൽ മതി നിങ്ങളെന്ന് ആർത്തന്മാരോട്, അതായത് ദുഃഖത്തിൽ പെട്ടുഴലുന്നവരോട് ഭഗവാൻ പറഞ്ഞു. മാഘമാസവും ശിവരാത്രിയും ശിവശിവ മോഹം ആക്കുവാൻ ആർക്ക് തോന്നും? കളയാൻ, മോഹമാക്കലിന് കളയാൻ. മാഘമാസത്തിൽ വരുന്ന ഈ ശിവരാത്രി കളയാൻ ആർക്ക് തോന്നും ഈശ്വര എന്ന് പറയുന്നു. ഒരു രാത്രി ഉറക്കൊയ്യണം. അശനം ഉപേക്ഷിച്ചാല് രാജ്യം തന്നെ എല്ലാ രാജ്യവും കീഴടക്കിയിരിക്കുന്ന ആ ഭഗവാന്റെ പാദത്തില് ചേരാം, ഭഗവാന്റെ ലോകത്ത് പോകാം എന്ന് പറയുന്നു. വില്വപത്രത്തെ കൊണ്ട് ദേവനെ പൂജിക്കുന്നവർക്കില്ല. വില്വപത്രം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, വില്വപത്രം എന്ന് പറഞ്ഞാല് കുവളത്തിന്റെ 3 കണ്ണോട് കൂടിയുള്ളത് പറിക്കണം. അത് ഇങ്ങനെ വേറെ പറിച്ചിട്ടാക്കിക്കൂടാ. അത് ഭഗവാന്റെ തൃക്കണ്ണിനെയാണ് വിശേഷിപ്പിക്കുന്നത് ആ വില്വപത്രം. അത് 3 കൂടിയിട്ടുള്ള
അത് പറിച്ചിട്ട് ഭഗവാനെ പൂജിക്കാൻ കൊടുത്താല് ഒന്നുമില്ല, ജനി മൃതി ഒന്നുമില്ല, ക്ലേശം ഉണ്ടാവില്ല എന്ന് പറയുന്നു. കൂവളത്തിലെ പറിച്ചിട്ട് മാല കെട്ടി കൊടുത്താലോ അത് നല്ല സന്തോഷാണ് ഭഗവാന്. അവർക്ക് എന്തൊക്കെയാ കിട്ടുക? പുത്രസന്തതി ഉണ്ടാവും, യശസ് ഉണ്ടാവും, ദീർഘായുസ് ഉണ്ടാവും, പുരുഷാർത്ഥം ഇപ്പൊ പറഞ്ഞില്ല, ധർമാർത്ഥ കാമമോക്ഷമാകുന്ന ആ പുരുഷാർത്ഥം എല്ലാം സാധിച്ചിട്ട് സന്തോഷിക്കാൻ പറ്റും. കൂവളത്തിലോ ഒന്നുകൊണ്ടായാൽ പോലും ആ ഭഗവാന് മഹാദേവന് ഒരു കൂവളത്തിലെ പറിച്ചിട്ട് ചാർത്തിയാലും കൂടി പാദത്തിൽ അർപ്പിച്ചാലും മതി, അതിന്റെ ഫലവും ഒക്കെ പറഞ്ഞറിയിക്കാനാവൂല എന്ന് പറയണു. അങ്ങനെ ഒരു കഥ കൊണ്ട് തന്നെ ബോധിപ്പിക്കാം. സൂര്യവംശത്തിൽ പണ്ട് ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഇതിനെ കുറിച്ച്. പണ്ട് സൂര്യവംശത്തില് ഒരു നല്ല വീരനായൊരു രാജാവുണ്ടായിരുന്നു. ധൈര്യവും ഗാംഭീര്യവും ഒക്കെയുള്ളൊരു മഹാരഥനായിട്ടുള്ള ഒരാള്. പേരെന്നാ മിത്രാസകൻ എന്നാണ്. മിത്രാസകൻ സുന്ദരനായ രാജാവായിരുന്നു കേട്ടോ അദ്ദേഹം. സൗമ്യതയും, നല്ല സൗമ്യനും, സൗന്ദര്യം കൊണ്ട് സോമനെക്കാളിന്റെ സോമൻ ഇപ്പൊ ശീതളിമ, സോമൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കറിയാം ചന്ദ്രൻ ശീതളിമയല്ലേ തരുന്നത്, അതിനേക്കാളും ശീതളിമയാണ് ഇദ്ദേഹത്തിന്. ധാർമ്മികത്വം എന്ന് വെച്ചാലോ ധർമ്മരാജനോടൊക്കെന്നാ പറയുന്നത്. നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിനേക്കാളെല്ലാം കേമൻ. സമ്പത്തോ ദേവേന്ദ്രനേക്കാളും സമ്പത്ത് എല്ലാം ഈ കൈലാസം പോലും വിറച്ചു പോകുന്ന മാതിരിയില്ലേ ഒക്കെ കാര്യങ്ങളും ഗംഭീരം. അങ്ങ് വിക്രമാണെങ്കിലോ ചക്രപാണിയോട്, നമ്മുടെ ചക്രപാണിയില്ലേ മഹാവിഷ്ണു, അദ്ദേഹത്തിനോട് ഒക്കുന്നു പറയുന്നത്. കർക്കശമില് വേണ്ടുന്നിടത്താണ് സൂര്യദേവന്റെ ആ പ്രഭയേക്കാളും അധികം ഗംഭീരം. രൂപസൗന്ദര്യം വിചാരിച്ചാലോ അങ്കജൻ വിഷണ്ണനാണ്, അതായത് കാമദേവനെ തോൽപ്പിക്കുന്ന ആ സൗന്ദര്യം. ശാപം ഇല്ലുകൊണ്ടില്ല ആ കൗശലം വിചാരിച്ചാലോ ഭാർഗവരാമനെ തോൽപ്പിക്കും. അങ്ങനെ നീതിശാസ്ത്രങ്ങൾ കൊണ്ടാണെങ്കിലോ ബൃഹസ്പതിയെ തോൽപ്പിക്കും. ശബ്ദശാസ്ത്രങ്ങൾ കൊണ്ടാണെങ്കിലോ ഹനുമാൻ പോലും പുറകിൽ നിൽക്കേണ്ടി വരും എന്നാ പറയുന്നത്. സരസ്വതീ ദേവിയും ഇദ്ദേഹത്തിന്റെ വിദ്യ സരസ്വതീ ദേവി ഉള്ളതുപോലെയാണെന്ന് പറയുന്നു. സർവവേദിത്വം കൊണ്ടാണെങ്കിൽ സർവനും പ്രസാദിക്കും. മഹാദേവൻ പോലും പ്രസാദിക്കുന്ന ഒരു എല്ലാറ്റിലും കഴിവ്. പിന്നെന്താ, ദാനം കൊണ്ട് പാരിജാതം കൂടി തോക്കും, അത്രയും ദാനവും ചെയ്യും. മിത്രവംശത്തിലാണ് അദ്ദേഹം. സൂര്യവംശത്തിൽ അലങ്കരിക്കുന്നതാണ് മിത്രസഹൻ. ഈ മിത്രങ്ങളും ബന്ധുക്കളും മന്ത്രീന്ദ്രന്മാരും എല്ലാം കൂടി അങ്ങനെ വാഴുന്ന സമയത്ത് ഇക്ഷ്വാകു വംശത്തിലെ വല്ലഭ ദമയന്തി, ലക്ഷ്മണാന്വിത ദമയന്തി എന്നതുപോലെ, ഏത് ദമയന്തി? നമ്മുടെ നളരാജാവിന്റെ ദമയന്തിയെ പോലെ ഉള്ളൊരു സുന്ദരി. കാന്തയോട് ഒരുമിച്ച് വെറും സൗന്ദര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീക്ക് എന്തൊക്കെ ഗുണം ഉണ്ടാവണോ അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാര്യക്കും നമ്മുടെ ദമയന്തിയുടെ മാതിരി ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പത്നി സമേതനായിട്ട് വാഴുന്ന സമയത്ത് നായാട്ടിന് പുറപ്പെട്ട ഒരു ദിവസം. പശുക്കളുണ്ട്, ഭടന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. വലക്കെട്ടുണ്ട്, കർക്കടവമുക്തികൾ, കുന്തും ചാപും ചരും എല്ലാം കൂടി കാട്ടിലേക്ക് അങ്ങ് പോയി. എല്ലാരും പോയല്ലോ കൂടെ. മൃഗങ്ങളോട് ഏറ്റത് മിത്രാസകൻ. എന്തിനീ മൃഗങ്ങളെ ഇങ്ങനെ കൊല്ലുന്നു? അങ്ങനെ മൃഗങ്ങളോടായി യുദ്ധം. പിന്നെ കാട്ടുപോയ പിന്നെ മൃഗങ്ങളോട് തന്നെയല്ലേ യുദ്ധം ചെയ്യേണ്ടത്. ആനകളും സിംഹങ്ങളും പന്നിയും കരടികളും മാനും, ആ മാനകളിൽ ആരെങ്കിലും കൊല്ലും. അപ്പ മഹിഷങ്ങളും പുലിയും വള്ളിപ്പുലിയും പുലിയും ഒക്കെ, ചെമ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, അതുപോലെ കേഴകളുണ്ട്, ഒക്കെ എല്ലാ മൃഗങ്ങൾ, എന്തൊക്കെ മൃഗങ്ങൾ കാട്ടിലുണ്ടാവും അതൊക്കെ ഉണ്ട്. അങ്ങനെ ശരഭങ്ങളുണ്ട്. അങ്ങനെ കൊന്നു അതൊരു സന്തോഷം രാജാക്കന്മാർക്ക്. അവരുടെ സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് ഈ നായാട്ടെന്ന് പറയുന്നത്. അങ്ങനെ സാവധാനം കൊന്നിരി പടക്കുന്നതാണ് ഒരു സന്തോഷം. അങ്ങനെ നടക്കുന്ന സമയത്ത് ദാവാനലജ്വാല പോലെ ഉയർന്ന ഒരു രാക്ഷസൻ വരുന്നത് കണ്ടു. ഇങ്ങനെ അഗ്നി വരുന്നത് പോലെ അരി വരുന്ന രാക്ഷസൻ.
തൽക്ഷണം പ്രയോഗിച്ച് കൂർത്തുമൂർത്തൊരു ശരം വേഗം ഓൻ്റെ നേരെയായി. പിന്നെ അപ്പൊ മരിച്ചുവും ചെയ്തു. അന്നേരം അവനുടെ തമ്പി ഉണ്ടായിരുന്നു, അനുജൻ പറഞ്ഞു പേടിച്ച് കാട്ടിലേക്ക് പോയി. യുദ്ധത്തിനൊന്നും നിന്നിട്ടില്ല. പർവ്വത ഗുഹയിൽ പോയിട്ട് ഭീതനായി പേടിച്ച് പർവ്വതത്തിന്റെ ഗുഹയിൽ പോയി ഒളിച്ചു. ഈ രാക്ഷസന്റെ അനുജൻ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, ഓ ഈശ്വര, ഞാൻ എന്ത് വേണം? ഉഗ്രവിക്രമം കൊണ്ട് ശക്രനെ ജയിക്കുന്നവരല്ലേ പിന്നെ എൻ്റെ ഏട്ടനായിരുന്നു. ആ ഏട്ടനിപ്പൊ കൊന്നില്ലേ ഇവൻ യുദ്ധത്തില്. ഈ മഹാശൂരനായ ഇവനെ നിഗ്രഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഉണ്ടാടാ. എന്തെന്ന്? അഗ്രഭാഗമേ ചെന്ന് പോരിന് വിളിച്ചാൽ ഞാൻ വ്യഗ്രനായി വരുമെന്നാൽ മായ ചതിക്കുന്നേ. ശരിക്കും നേരിട്ട് നിന്നിട്ട് യുദ്ധത്തിന് വാന്ന് വിളിച്ചാൽ എനിക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ രാക്ഷസന്മാർക്ക് മായാപ്രയോഗം ഗംഭീരാണല്ലോ, അതുകൊണ്ട് ഞാൻ മായ കൊണ്ട് ചതിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ മായ കൊണ്ടൊരു മനുഷ്യനായി, മായാമനുഷ്യനായി. ഇവർക്കെല്ലാം രൂപം എടുക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് നരേന്ദ്രനെ നമസ്കരിച്ചു. വന്നിട്ട് പറഞ്ഞു, മന്നവ ശിഖാമണേ, ഓ രാജാവേ, മഹാരാജാവേ, പാഹിമാം, രക്ഷിക്കണേ രക്ഷിക്കണേ, ഞാൻ നിന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ്. കുക്ഷിരക്ഷണം ചെയ്യുവാനില്ല എനിക്കൊന്നും ഭക്ഷണം കഴിക്കാനില്ല മഹാരാജാവേ, അങ്ങനെ തന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ, ഞാൻ അങ്ങയുടെ ദാസനായി വസിക്കുന്നേന്ന് പറഞ്ഞു. പാചക പ്രവർത്തിക്ക് കൗശലമുണ്ട് എനിക്ക്, ഞാൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ നീചജാതി അല്ല കേട്ടോ, ക്ഷത്രിയകുലോത്ഭവനാണ്. വസ്ത്രവും അനശനവും അഭ്യംഗവും 3 വസ്തു അതില്ല എനിക്ക്, അതേ എനിക്ക് വേണ്ടു. ഇത് വസ്ത്രം വേണം, അനശനം വേണം, അഭ്യംഗം കുളിക്കണം. അങ്ങനെ വേറെ ഒന്നും ആഗ്രഹം എനിക്കില്ല. എണ്ണ തേച്ച് കുളിക്കണം, അഭ്യംഗ സ്നാനം, ഉറങ്ങിയും വേണം. അന്നേരം കേട്ട് രാജാവ് പറഞ്ഞു, ഓ പാവം, രാജാവിന് നല്ല ബുദ്ധിയല്ലേ ഉള്ളൂ, മോശം ബുദ്ധി ഇല്ലല്ലോ. ആയിക്കോട്ടെ, നീ എൻ്റെ കൂടെ വന്നോളൂ എന്നും പറഞ്ഞു. പാചകപ്രിയങ്കരൻ ദുഷ്ടനാം അരക്കനെ പാചക പ്രവൃത്തിക്ക് കൽപ്പിച്ചു. ഈ രാക്ഷസന അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു ഇട്ടു. വേട്ടയും മതിയാക്കി തന്നോട് പുരമ്പു കൂട്ടവും എല്ലാം മതിയാക്കി, ഇന്നത്തെ യുദ്ധം മതിയാക്കിയിട്ട് പത്നി സമേതനായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നു. ഇദ്ദേഹം പത്നിയുടെ കൂടെ ഇങ്ങനെ ക്രീഡിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. അങ്ങനെ പിതാവിന്റെ ശ്രാദ്ധം ആയി. ശ്രാദ്ധവാസരം മുത്തുന്നാള് സൽക്കാരം ചെയ്തു. അവന് ഗുരുവായ വസിഷ്ഠനെ സൽക്കരിച്ചു. ശ്രാദ്ധം മുട്ടുവാനായി വരുത്തി. വസിഷ്ഠനാണല്ലോ സൂര്യവംശത്തിന്റെ കുലഗുരു. അങ്ങനെ വസിഷ്ഠനെ വരുത്തിയിട്ട് ശ്രാദ്ധം കൂട്ടാൻ തീരുമാനിച്ചു. എല്ലാം സംഭാരെല്ലാം കൂട്ടി പാദം കഴുകിച്ചു. സംഭാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന സംഭാരം, മോരും വെള്ളമല്ല കേട്ടാ. സംഭാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും. അങ്ങനെ ആസനത്തിലിരുത്തി പൂജിച്ചു. നേരം ഈ നിശാചരനുണ്ടല്ല, പാചകക്കാരൻ, ഓൻ വന്നിട്ട് ദ്രവ്യവും ഉപദംശവും ദ്രവ്യവും വിളമ്പി. പിന്നെന്ത് വിചാരിച്ചു? വിളമ്പി ഗവ്യവും പക്വങ്ങളും എന്നിവ ബഹുവിധം മർത്യമാംസത്തെ കൂട്ടിത്തീർത്തുകൊണ്ട് ഇലക്കറി വൃത്തനങ് അരുന്ധതീകാന്തന് വിളമ്പിന. മനുഷ്യന്റെ ഇറച്ചിയും കൂട്ടിയിട്ട് ഒരു ഇലക്കറി വെച്ചിട്ട് അതും കൊടുത്തു. അപ്പം താപസനല്ലേ, അദ്ദേഹത്തിന് നല്ല ത്രികാലജ്ഞാനിയായിരിക്കൂലേ താപസന്മാര്. അദ്ദേഹത്തിന് വേഗം മനസ്സിലായി. എന്നിട്ട് ശപിച്ചു. ആര് ശപിച്ചു? രാജാവിനെയാണ് ശപിച്ചത്. നന്നിടോ നരാധമാ, നിന്റെ നരമാംസം തന്നില്ലേ നീ എനക്ക് എന്നെ അങ്ങനെ ചതിച്ചില്ലേ, നീ ധിക്കരിച്ചില്ലേ എന്നാ, ദുഷ്ടനായ നിന്നെ സൽക്കരിച്ചതും ചിത്രം തുറമതേ നിരീശ്വരാന്ന് പറഞ്ഞ് എന്നെ സൽക്കരിച്ചിനെന്തിന് ഈ മർത്യമാംസം വിളമ്പാനാണോ എന്ന് ചോദിച്ചു. അപ്പൊ രാക്ഷസ പ്രകൃതിയല്ലേ നീ ഇനി രാക്ഷസനായി പോകാം, നീ രാക്ഷസനായി തന്നെ തീരട്ടെ, നീ രാക്ഷസന്റെ സ്വഭാവമല്ലേ ഇപ്പൊ കാണിച്ചത്, അതുകൊണ്ട് രാക്ഷസൻ തന്നെ ആവട്ടെ എന്ന് ശപിച്ചു. ഇങ്ങനെ ശപിച്ചിട്ട് മാമുനി വിചാരിച്ചു, ഇങ്ങനെ കൃപാനിധി പിന്നെയും വരെ ചെയ്തത്. മഹർഷിമാർക്ക് ശപിച്ചാലും പെട്ടെന്ന് അവർക്ക് ഇത് മനസ്സിന് വിഷമം വരും. ഈശ്വര, ഞാനിങ്ങനെ പറഞ്ഞു പോയില്ലേ എന്ന് ദയ ഉണ്ടാവും.
ആശരനായി 12 കൊല്ലം വസിച്ചാ മതി, പിന്നെ നിന്റെ ദോഷം തീരും എന്നും പറഞ്ഞു. അങ്ങനെ വരവും കൊടുത്തു, ശാപമോക്ഷം എല്ലാം വന്നെടുത്തത് ഈ രാക്ഷസൻ നിമിത്താണ്. നമ്മുടെ ശിഷ്യൻ എന്റെ ശിഷ്യനല്ലേ നീ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ ദേഷ്യം, നിന്റെ ആ വൃത്തികെട്ട സ്വഭാവം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത പണിയാണെന്നും പറഞ്ഞു. അപ്പൊ ഭൂപതി ഉണ്ടല്ലോ, രാജാവ്, ദേഷ്യം വന്നു. എന്തെന്ന് പറയുന്നത്, എന്റെ കാര്യമൊന്നും അറിയാണ്ടാണോ എന്നെ ഇങ്ങനെ ശപിച്ചത് അങ്ങ്? ഞാനിതൊന്നും അറിഞ്ഞതല്ല. സൂര്യവംശ രാജാക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ഞാനതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു രാജാവ്. ബുദ്ധിപൂർവമണ്ണം ചെയ്തതല്ല ഇത് വിഭോ, വൃദ്ധിച്ച് ശപിച്ചത് സാഹസ, എന്നെ ശപിച്ചത് വെറുതെ ആയി പോയിട്ട്, കാര്യമില്ലാതെ എന്നെ അങ്ങ് ശപിച്ചില്ലേ എന്ന് പറഞ്ഞു. എന്നാല് ഞാനും അങ്ങോട്ടും ശപിക്കുന്നു. എനിക്ക് ശാപശക്തി കൊണ്ടുടനെങ്കിലും കലുഷിതം ചേർപ്പതിന് ഒരുമ്പെട്ട ഞാൻ നിന്നെ ശപിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നൃപൻ എന്ത് ചെയ്തു? അങ്ങോട്ടും ശപിച്ചു. എന്തെന്ന്? ഉദ്ധത കോപത്തോടുകൂടി വെള്ളം കയ്യിലെടുത്തു, ശാപോദകം, അതിങ്ങനെ കുടഞ്ഞിട്ട് ശപിക്കാൻ. അപ്പൊ ദമയന്തി ചെന്നിട്ട് പറഞ്ഞു, അയ്യോ ഭർത്താവേ, ചെയ്യല്ലേ, അരുത്, അത് ചെയ്തൂടാ, നമ്മുടെ ഗുരുവല്ലേ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു ദേഷ്യം മാറിയിട്ട് ദൂരം പോയി നിന്നു ആര്? ഈ രാജാവ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ശാപം ശപിക്കാൻ വേണ്ടി എടുത്ത വെള്ളം അദ്ദേഹം തന്നെ സ്വന്തം പാദത്തിന് അടും കളയണ്ടേ, സ്വന്തം പാദത്തിലേക്കാക്കി. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കൽമാഷപാതനെ, കൽമാഷം എന്ന് പറഞ്ഞാല് ഇത് ഒരു നീല നിറം, വിഷം പോലെ, അങ്ങനെ ഒരു പേരുമായി, കൽമാഷപാങ്ക്രി. കൽമാഷാങ്ക്രി എന്നൊരു പേരും ഉണ്ടായി. അന്ന് രാക്ഷസനായി തീർന്നു അദ്ദേഹം, പാവം. ഇങ്ങനെ ശാപത്തിന്റെ ശക്തി കൊണ്ട് രാക്ഷസനായിട്ട് അടുക്കളക്കാരനെ പിടിച്ച് അവനെ ആദ്യം തിന്നു. നല്ല കാര്യം, അത് നന്നായി. വേണ്ടാതെ പണി ഓനെടുക്കുമ്പോ ഓനെന്ന് വിചാരിച്ചിനി ഓനെ തിന്നു. ഒരു കാട്ടിലേക്ക് ഓടിപ്പോയി. കറുത്തിരണ്ട് കറുത്ത ശൈലം, പർവ്വതം പോലെ ദമിട്രെല്ലാം വന്നു, തലമുടിയെല്ലാം ചുവന്നു, കണ്ണങ്ങനെ ഭീമമാം, ഇങ്ങനെ കണ്ണിങ്ങനെ വലിയ പൊട്ടക്കിണർ പോലെ കണ്ണായി, കൈ രണ്ടും വലിയ ഭീമമാം ഭുജങ്ങളും. അങ്ങനെ രാക്ഷസ പ്രഭുത്വവും പ്രാപിച്ചു കൽമഷാങ്ക്രി, പാവം. അട്ടഹാസങ്ങൾ കൊണ്ട് കാനനം മുഴക്കി ഇങ്ങനെ അട്ടഹാസിച്ചു കൊണ്ട് 8 ദിക്കിൽ ഇങ്ങനെ ഒരു ഭ്രാന്തന്മാതാവസ്ഥയില് പാഞ്ഞു നടക്കുകയാണ് അദ്ദേഹം. അങ്ങനെ മർത്യരെല്ലാം പിടിച്ചു തിന്നു, മനുഷ്യന്മാരൊക്കെ പിടിച്ചു തിന്നാൻ തുടങ്ങി. അതിന് ചോര കുടിക്കുകയും ചെയ്യും. താപസന്മാരെ തല്ലി പല്ലുകൾ തകർക്കും. രാജാക്കന്മാരൊക്കെ പിടിച്ചു തിന്നു. അങ്ങനെ ചോരയിൽ കുളിക്കും. ഈ കുടൽമാല ഇങ്ങനെ കഴുത്തിലിട്ട് തുള്ളും, ചിരിക്കും, ആർക്കും ഒന്നും പറയണ്ട. ദന്തിവൃന്ദത്തെ ചെന്ന് പിടിച്ചു ഷഠൻ തന്റെ ദന്തമാം കുന്തങ്ങളിൽ കോർത്തിട്ട് കിടക്കും. ദന്തിവൃന്ദം എന്ന് പറഞ്ഞാല് ആനകളെ പിടിച്ചിട്ട് ഇയാളെ ഈ പല്ലില്ല തേറ്റ, ആ തേറ്റയിൽ കോർക്കുന്നു. അപ്പം ആലോചിക്കാലോ നമുക്ക് എത്രമാത്രം വലിപ്പം ഉണ്ടാവുന്നു. ഇങ്ങനെ വനാന്തരെ സഞ്ചരിക്കുന്ന നേരം അങ്ങ് ദൂരം 2 ഇരിക്കുന്നത് കണ്ടു. ഭംഗിയോടൊരു മുനിപാലകൻ, മനോഹര സുന്ദരനായൊരു മുനികുമാരൻ. അങ്ങനെ ഒരു മംഗള സ്ത്രീയുമായിട്ട് ആശ്രമത്തിൽ ഇങ്ങനെ വസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി. ഒരു മാമുനി കുമാരനെ ചെന്നവൻ പിടിപെട്ടു. ഭാമിനി തപസ്വിനി ആ മഹർഷി കുമാരനെ പിടിച്ചു. അന്നേരം അദ്ദേഹത്തിന്റെ പത്നി കരഞ്ഞു ചോദിക്കുന്നു, സൂര്യവംശത്തിലല്ലേ നീ ഉണ്ടായത് നിശാചര, അതിന്റെ ദേഷ്യം തീർക്ക്. എന്തിന് എന്റെ ഭർത്താവിനെ കൊല്ലുന്നു? എന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരൂന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു, എന്തടോ ദമയന്തി, അല്ല ഭവാൻ എന്റെ കാന്തനെ കൊല ചെയ്യുവാൻ അഞ്ജസാ ഭാവിക്കുന്നു എന്ന് ചോദിക്കുന്നു. അന്നേരം എന്നോട് രമണനെ തന്ന നീ രക്ഷിക്കണം, എന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടു തരണം. ഒന്നും ചെയ്യല്ല അദ്ദേഹത്തിന്, നിഷ്കളങ്കനാണ്, പാവല്ലേ,
നിന്നോട് യുദ്ധത്തിനൊന്നും വന്നിട്ടില്ലല്ലോ എന്നെല്ലാം പറയുന്നു. അത് എന്നാലും എനിക്ക് നന്മ വരും എന്നും പറഞ്ഞു. ഹിംസയുള്ള അനർത്ഥം തന്നെയല്ലേ ഉണ്ടാവില്ല, അത് നിനക്കറിയില്ലേ. പാംസുല പ്രകൃതികൾക്ക് ഈശ്വരൻ വിരോധി, വൃത്തികെട്ട പണിയെടുക്കുന്നവരോട് ഈശ്വരനും കൂടിയും ഇഷ്ടക്കേടാണ്. മൽപ്രിയ പ്രമാരണം ചെയ്തുകലാമഹ, എന്റെ താലി പറിക്കല, എന്റെ ഭർത്താവിനെ കൊല്ലല്ല. വിപ്രിയ ക്രിയാഫലം പാതകം, അത് മഹാപാപല്ലേ എന്നൊക്കെ പറയാം. എന്റെ ശരീരവും പ്രാണനും സുഖങ്ങളും എന്നുടെ രമണൻ എന്റെ ഭർത്താവാണ്. ഇതൊക്കെ എന്റെ ജീവനും എന്റെ ശരീരവും ഒക്കെ എന്റെ സുഖങ്ങളൊക്കെ എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഭർത്താവിനെ കൊല്ലല്ലേ, എനിക്ക് തരൂന്ന് പറഞ്ഞ് കരയുന്നേ ഇദ്ദേഹത്തിന്റെ പത്നി. എന്നിട്ട് പറഞ്ഞു, നീ കാനനത്തിൽ തന്നെ താമസിച്ചോളൂ, ശാപമോക്ഷം കിട്ടുന്നത് വരെ ശാന്തമാനസനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ താപസീരെ വചസ്സിനെ കേൾക്കാതെ നിശാചരൻ താപസകുമാരി എന്തെന്ന് കുത്താൻ വരുന്ന പോത്തിന് വേദോതിട്ട് കാര്യമുണ്ടോ? ഇതിങ്ങനെ മഹാമാരണായിട്ട് നടക്കല്ലേ എന്ന് കൊന്നതൊന്നും ചെയ്തു ആ ബാലകന, എൻ്റെ അമ്മ താപസ കുട്ടീന. അന്നേരം ആ പത്നി ആ താപസകുമാരന്റെ പത്നിയായി കരഞ്ഞ് 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 ഒന്നും പറയണ്ട. അപ്പൊ വേഗം അഗ്നി ജ്വലിപ്പിച്ചിട്ട്, ദുർമതേ നിശാചര, നിന്നെ ഞാൻ ശപിക്കും, നിന്നെ ശപിച്ചിട്ട് ഞാൻ ചാവുന്നും പറഞ്ഞിട്ട് കർമ്മലഗ്നം ചെയ്യുവാൻ ജന്മികൾക്കുള്ളതാണോ ഘോരമാനസാ, ദുഷ്ടാ നീ കേൾക്ക്, നിനക്കൊരു നാരിയെ തൊടുന്നാൽ നാശമെന്നൊരു ചെയ്തു. നീ ഒരു എൻ്റെ ഭർത്താവിനല്ലേ കൊന്നത്, അതുകൊണ്ട് നീ ഒരു സ്ത്രീനെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അന്ന് നിന്റെയും അവസാനാണ് എന്ന് പറഞ്ഞു. താപസീയുടെ ശാപം കൊണ്ട് ഭാര്യയെ തുടർന്ന നാൾ ആപത്ത് വരും ഭവാൻ എന്ന് ഞാൻ കേട്ടു. നാഥ എന്ന് പറയുന്ന പത്നി പറയുന്നത് ദമയന്തി. സ്പർശന തൊടല്ല, എന്നെ തൊടല്ല എന്ന് പറയുന്നത്. സ്പർശനം ചെയ്തിടല്ല വല്ലഭ മഹാമതേ, കർശനം പറകയില്ല ഇങ്ങനെ പരമാർത്ഥ. ഈ ക്രൂരമായ രൂപം എടുത്തിട്ടും ഈ പത്നി പാവം പറകന്നെ പോവുകയാണ്. അപ്പൊ പോയി നാടും വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ രാജാവ് പോയി ശാന്തന ജിതേന്ദ്രനായി ശ്വാസത്തിനെല്ലാം അടക്കിയിട്ട് അങ്ങനെ തപസ് ചെയ്തു. കാന്താരം ബുക്ക് തപോനിഷ്ഠയാമേവി. സന്തതി വിഘ്നംബരം സൂര്യവംശത്തിൽ നിന്ന് ചിന്തിച്ചു വസിഷ്ഠനാം. ഇനി സന്തതി ഇല്ലാണ്ടാവൂലേ സൂര്യവംശത്തില്, ഇദ്ദേഹത്തിന് പത്നിനെ തൊട്ടൂടല്ലോ. എന്നിട്ട് വസിഷ്ഠൻ എന്താക്കി ചെയ്തു പറഞ്ഞാല്, ശ്രൗതധർമ്മത്താൽ ദമയന്തിയിൽ പുത്രോത്പാദം ചെയ്തു. സർവധർമ്മജ്ഞനായ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിന് പുത്രോത്പാദനം നടത്തി, ഈ സ്ത്രീക്ക്, ഈ രാജ്ഞിക്ക്. അങ്ങനെ കൽമഷാഘ്രിക്ഷോണിപൻ വസിക്കുന്ന ദിക്കിലാമാർജുന്ന ഘോരയാം പിശാചിക. താപസകുമാരന്റെ ഹിംസയാം ബ്രഹ്മഹത്യാഭൂപനെ ഗ്രസിപ്പാനായി പാഞ്ഞടുക്കുന്ന നേരം ഈ താപസകുമാരനെ കൊന്നതുകൊണ്ട് ഒരു ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി. ആ ബ്രഹ്മഹത്യ ഒരു സ്ത്രീരൂപെടുത്തിട്ട് ഇദ്ദേഹത്തിന് രാജാവിനെ തിന്നാൻ പോകുന്നു. പരമാർത്ഥം നിർവന്താപസൻ ചൊല്ലിക്കേട്ടു തൽപ്രദേശത്തെ എത്തിച്ച് ചോടിനൻ പേടിച്ച് 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 രാജാവ് ഓടുകയാണ്. ഉത്തമക്ഷേത്രത്തിങ്കൽ തീർത്ഥസേവനം ചെയ്തു രാത്രിയിൽ രാത്രിയിൽ ഇങ്ങനെ പല ദിക്കിലും ഓടി 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 പോവുകയാണ് ഇദ്ദേഹം. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ വിദേഹന്റെ രാജധാനിയിൽ ചെന്നു. അന്ന് പിശാച് പിന്നെ എന്നെ കൂടി. അന്നേരം ഗൗതമ മഹർഷി ഉണ്ടായിരുന്നു അവിടെ, മെല്ലെ മെല്ലെ നടന്നിട്ട് വരുന്ന. നല്ല സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം. വടുക്കളുണ്ട്, ഗോക്കളുണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേദഘോഷവും നാമകീർത്തനമൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നല്ല എന്താ പറയാ, അത്ര നല്ലൊരു പ്രസന്നനായിട്ട് ഗൗതമ മുനീന്ദ്രൻ വരുന്നു. അന്നേരം രാജാവ് നമസ്കരിച്ചു. നേരം ഗൗതമൻ പറഞ്ഞു, നല്ലത് വരട്ടെ കേട്ടോ രാജാവേ, സ്വാഗതം ഭവിക്കണം എന്ന് പറഞ്ഞു. നിന്നുടെ രാജ്യത്തിന് സൗഖ്യമോ, സുഖാണോ നിന്റെ രാജ്യത്ത്? മന്ദിരങ്ങളിൽ മന്ദിരങ്ങളിൽ നല്ല സുഖമല്ലേ എല്ലാവർക്കും ഒക്കെ ഇദ്ദേഹം ചോദിക്കണേ എന്ന്. രാജലക്ഷ്മിയെ ത്യജിച്ച് ഇങ്ങനെ താനേ തന്നെ, ഇങ്ങനെ രാജ്യം വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ താനേ തന്നെ രാജരാജനായ ഭവാൻ എന്തേ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നിന്നോട് മുഖം കണ്ടാൽ തന്നെ അന്തരാത്മാവിനൊരു ഖിന്നത ഉണ്ട്.
എനിക്ക് തോന്നുന്നുണ്ടത്. അത് മന്നവാ രാജാവേ, നീ പറയാൻ മടിക്കണ്ട, മാനന്റെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ തീർത്തു തരും എന്ന് പറഞ്ഞു വസിഷ്ഠൻ. അപ്പൊ വന്നിച്ചിട്ട് ചൊല്ലി, എന്നുടെ പുരന്തന്നിൽ ആരുമില്ല, വേറെ സങ്കടമൊന്നുമില്ല. എന്നോട് ദോഷം കൊണ്ട് വന്നതാണ് ബ്രഹ്മഹത്യാ പാപം. അതെന്നെ ഇങ്ങനെ തിന്നാൻ വേണ്ടിട്ട് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇത് എനിക്ക് കാണുകയും ചെയ്തു, നിങ്ങൾക്കൊന്നും കാണുകയും ചെയ്യില്ല. ഞാൻ ഒരുപാട് യത്നങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അർത്ഥങ്ങൾ ദാനം ചെയ്തു, ഒക്കെ ഭക്ഷണം ദാനം ചെയ്തു. തീർത്ഥങ്ങളിലൊക്കെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു, തീർത്ഥസ്നാനം. അങ്ങനെ മഹാക്ഷേത്രങ്ങൾ തോറും ചെന്നിട്ടുണ്ടായിരുന്നു. ശരീരം ശോഷിച്ചിട്ട് തപോനിഷ്ഠ, ഇങ്ങനെ എൻ്റെ ശരീരത്തിനെ ഞാൻ ശോഷിപ്പിച്ചു തപസ് ചെയ്തിട്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. ഒന്ന് ചെയ്താലും ഈ പിശാചിക ഉണ്ടല്ലോ, എൻ്റെ വയ്യന്നെ വരുന്നു ബ്രഹ്മഹത്യാ പാപം, രാക്ഷസീര രൂപം കൊണ്ടിട്ട്. ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ ഉള്ളൂ, വേറൊന്നും എനിക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങയൊക്കെ എന്നോട് നല്ല സ്നേഹമുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് അങ്ങയുടെ ഭാവം കണ്ടിട്ട്. മാർഗലംഘനം വഴി മുട്ടിയിട്ടുണ്ടോ? ദീർഘനിശ്വാസങ്ങളും വീർപ്പും നീർത്തുള്ളികളും സർവ്വ സംശയങ്ങളും തീർത്തരുളേണെന്ന് പറഞ്ഞു. എൻ്റെ സംശയമൊക്കെ അങ്ങ് തീർത്ത് തരണേന്ന് പറഞ്ഞു. എൻ്റെ ഭയം നീക്കണം എന്നും പറഞ്ഞു. അപ്പം ആ രാജാവിന്റെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? മഹാതപസ്വി എന്ത് ചെയ്തു? മഹീപതേ, പേടിക്കണ്ട കേട്ടോ, ബാധകൾ ഒഴിക്കൂ ഈശ്വരൻ. ഏതീശ്വരൻ? പുരാന്തകനായ ഈശ്വരൻ മഹാദേവൻ. ഭക്തരിൽ കരുണയാ പാർവതീകാന്തൻ ദേവൻ മുക്തിമുക്തിതൻ മഹാഗോകർണത്തിൽ വസിക്കുന്നുണ്ട് ഭഗവാൻ. അവിടത്തേക്ക് അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് അവിടെ പോയിക്കോന്ന് പറഞ്ഞു. രാത്രി മണ്ഡലം തന്നിൽ ഉത്തമം ഗോകർണാഖ്യ ക്ഷേത്രം എന്നറിഞ്ഞാലും ഈ ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുണ്യം ഗോകർണാണ്, അവിടെ പോയിക്കോന്ന് പറഞ്ഞു. അന്നേരം അവിടെ പോയി വന്ദിച്ചാല് ഏത് പാതകവും ആരായാലും അവിടെ പോയിട്ട് വന്ദിച്ചാല് പാതകം ശമിക്കുന്നു പറഞ്ഞു. പുത്രന്മാരെ മിത്രങ്ങളൊക്കെ ഒന്നും ഇല്ലാതിരിക്കൂല. സംസാരാർണവത്തിൽ വീണ് ഉഴലുന്നവർക്ക് ആ സംസാര ദുഃഖം പോലെ അവിടെ പോയാൽ ശമിക്കും എന്ന് പറഞ്ഞു. ഞാന് ഗോകർണ ക്ഷേത്രം തന്നിൽ വസിക്കുന്നുണ്ട് ഭഗവാൻ, ലോകങ്ങൾക്ക് അധിപതിയായ മഹാദേവൻ, പോയിക്കോ അവിടെയെന്ന് പറഞ്ഞു. അതോ സാധാരണയല്ല, വന്യം ശശാങ്കനും എല്ലാരും അദ്ദേഹത്തിന് ഇങ്ങനെ നമസ്കരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആള് എന്റെ ദുഃഖം തീർക്കും, പോയിക്കോന്ന് പറഞ്ഞു. അതോ ഒരുപാട് കോടി ജന്മങ്ങൾ തോറും എന്ത് സംഭവിച്ചാല് ദുഃഖം ഉണ്ടെങ്കിലും ഒക്കെ ഇവിടുന്ന് പോകും. അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടാകുമ്പം അദ്ദേഹം പോയി, അവിടെ പോയി. കാശ്യപൻ മുതലായ മഹർഷിമാരിലേക്ക് അവിടെ ഉണ്ട് എന്നാ പറയുന്നത്. ഭഗവാനെ സേവിച്ച് നിൽക്കുന്നുണ്ട്, നീയും പോയിക്കോന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചു ഭഗവാനെ. ആ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാകുമ്പം ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. അവിടെയുള്ള ശിവലിംഗങ്ങൾക്ക് സംഖ്യയില്ല, അത്രയും ശിവലിംഗങ്ങൾ ഗോകർണത്തിലുണ്ട് എന്ന് പറയുന്നു. പശ്ചിമ സമുദ്രത്തിന്റെ തീരത്താണ് ഈ ഗോകർണം. അവിടെ പോയിക്കോ, പാപനാശനാണ് കേട്ടോ, മഹാപാവനം ആണ്, പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എല്ലാ പാപങ്ങളും അങ്ങനെ അവിടെ പോയാൽ ഭസ്മമാകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. ബില്വപത്രം, ശിവരാത്രിയും ഗോകർണവും എല്ലാം ഈ ശിവലിംഗം 4 കൂടിയിട്ട് ഒന്നിച്ചിട്ട് എത്ര പറഞ്ഞാൽ തന്നെ മതി എന്നാ പറഞ്ഞു. അതായത് കൂവളത്തിലെ ശിവരാത്രി, ഗോകർണം, ശിവലിംഗം, അങ്ങനെ വിചാരിച്ചാൽ തന്നെ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോയി അവിടെ പോയി രാത്രി ഉറങ്ങാൻ പാടില്ല കേട്ടോ, ശിവപൂജ ചെയ്യണം. അങ്ങനെ പോയിട്ട് അവിടെ അങ്ങനെ നിന്നു ഞാൻ. ഇന്നലെ ശിവരാത്രിയാണ്, ഗോകർണത്തിൽ ഇന്നലെ ശിവരാത്രി മഹോത്സവമായിരുന്നു. ഇവിടെ ഒരുപാട് മഹാജനം സംഖ്യയില്ലാതെ വന്നു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാരും ഉണ്ട്. കിംപുരുഷന്മാരുണ്ട്, സാധ്യന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, ഇന്ദ്രനുണ്ട്, വിരിഞ്ചനുണ്ട്,
ഒക്കെ 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 പറയണ്ട. അങ്ങനെ എല്ലാരും വന്നിട്ടുണ്ട് അവിടെ. അർച്ചനവും ധ്യാനവും തപവും ജപവും എന്ന് പറയണ്ട, അങ്ങനെ അവിടെ ചെയ്യുന്നുണ്ട് ആൾക്കാര്. രാത്രി ഉറങ്ങുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എല്ലാവരും പോവുകയും ചെയ്തു. ഞാനും എൻ്റെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് ആ പുണ്യനദിയിൽ കുളിച്ച് ശിവപൂജ കഴിച്ചിട്ട് രാവിലെ പോവാൻ വിചാരിക്കുമ്പോ ഒരു വിസ്മയം കണ്ടു ഞാൻ. എന്താ വിസ്മയം? മധ്യാഹ്നമായി. ദാഹവും വിശപ്പൊക്കെ നല്ല പോലെ വന്നു. അന്നേരം എന്തും ചെയ്തത്, ശരസ്ഥലത്തിൽ പോയി. എന്നിട്ടോ നദിയിലെ അവിടെ കുളിച്ചു, വെള്ളവും കുടിച്ചു. അങ്ങനെ ആ ഒരാൾത്തറയുടെ മേലെ കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചണ്ടാലിയെ കണ്ടു. ഒരു ചണ്ടാലി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ വരുന്നത് ഇഴഞ്ഞിഴഞ്ഞ് വരുന്നു ഈ പൊടിയില്. കുഷ്ഠമുണ്ട്, കൃമികളുണ്ട്, രാജേഷ്മാവുണ്ട്. അവർക്കില്ലാതെ രോഗമൊന്നുമില്ല. പുഴുക്കൾ ഇങ്ങനെ ശരീരത്തിൽ ഇഴഞ്ഞു കിടക്കുന്നു. രാജേഷ്മാവ് എന്ന് പറഞ്ഞ ക്ഷയം, അതുകൊണ്ട് എല്ലാം വിരലുകളൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്നു. മൂത്രവും മലവും ചാലവും ചോരയും ഒക്കെ കണ്ടാൽ തന്നെ അറപ്പ് വരുന്ന് പറയില്ല, അങ്ങനെ ഒരു രൂപം. മണ്ണിൽ വീണ് ഇങ്ങനെ ഉരുളുന്ന്, അവിടുന്ന് എണീക്കുന്നു, കാലെടുത്ത് എറിയുന്നു, കൈ തളരുന്നെന്ന് വേണ്ട, ഒന്നും നാല് ഭാഗത്ത് നോക്കിയിട്ട് കാര്യമൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് ശിവകിങ്കരന്മാരെ കണ്ടു, 4 ആള്. അവരെ ശൂലവും എല്ലാം ഉണ്ട്, പരശുണ്ട്, ഭസ്മുണ്ട്, ജടമൊക്കെ ഉണ്ട് അവരെ കയ്യിൽ, രുദ്രാക്ഷമുണ്ട്, ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഭഗവാന്റെ തന്നെ രൂപം, സുന്ദരന്മാര്. അങ്ങനെ ഞാൻ നോക്കി എന്തെന്ന് ഇവരെ പരിപാടിയെന്ന്. അപ്പൊ ഭസ്മഭൂഷണന്മാരെ തൊഴുതു ചൊല്ലി ഞാൻ, നിങ്ങൾക്ക് എന്ത് നമസ്കാരം, നിങ്ങൾക്ക് എൻ്റെ ജന്മം നിങ്ങളെ കണ്ടതുകൊണ്ട് പുണ്യമുള്ള ജന്മായല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, പാകശാസനാലയം പ്രാപിപ്പാൻ പോവുകയാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. അല്ല, മഹീതല ഈ ഭൂമിയിൽ തന്നെയാണോ, അങ്ങനെ എന്തെങ്കിലും പാപങ്ങൾ നശിപ്പിക്കാൻ നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. എന്തൊക്കെയോ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞങ്ങളോട് മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ കൊണ്ടുപോവാൻ, ശിവലോകത്തിൽ കൊണ്ടുപോവാൻ, അതിനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അയ്യോ, എന്തെന്ന് ഇങ്ങനില്ല ഈ സ്ത്രീനെ കൊണ്ടുപോകുന്നതോ എന്ന് ചോദിച്ചു ഞാൻ. ഇത്രയും വൃത്തി കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഈ ചണ്ടാലിയെ വിമാനത്തിലെത്താൻ കൽപ്പിച്ചോ ഭഗവാൻ എന്ന് ചോദിച്ചു. ഈ പൂർവ്വ പാവങ്ങളുണ്ട്, വ്യാധിയും ദാരിദ്ര്യവും സർവദാ ഭവിച്ചിടും. ശരീരത്തിന് പാപങ്ങൾ ഉണ്ടാവും, രൂപവൈരൂപ്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമെങ്കിലും ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവള്. എന്തെന്ന് ഭാഗ്യം? ഇന്നലെ രാത്രി ഒരു പൂവളത്തറയിൽ ഇരുന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഇവൾ ഇന്നലെ ഉറങ്ങിയില്ല. ശിവരാത്രി ആയതുകൊണ്ട് ഇവളെന്തോ ഇങ്ങനെ നേരം കൂടണ്ടേ, അവിടെ കണ്ട ഇലയൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് കടിച്ചിട്ടെല്ലാം ചാടും, കടിച്ചു നോക്കും, തിന്നാൻ പറ്റുന്നില്ല, അതിങ്ങനെ ചാടും. അങ്ങനെയെല്ലാം ചെയ്തോണ്ട് ആണ് നേരം പോലത്തേത്. അപ്പം ശിവരാത്രി വ്രതമായി, ഉറക്കം ഒഴിക്കലുമായി, പൂജയായില്ലേ. ഈ ഇവള് പറിച്ചു എറിഞ്ഞത് മുഴുവൻ ഈ വില്ലുപത്രമായിരുന്നു. പോരെ, ഇനി അതിനപ്പുറം പുണ്യവിളി ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് സൗമിനി എന്നാണ് പേര്. അച്ഛനും അമ്മയും ഒക്കെ കൂടെ നല്ല സന്തോഷത്തോടെ വാണതാണ്. അങ്ങനെ യുവതിയായ സമയത്ത് പുരികക്കൊടിയെല്ലാം വളഞ്ഞു തെളിഞ്ഞു, മുഖമെല്ലാം നല്ല ആയ സമയത്ത് ഈ അച്ഛൻ ഒരു ബ്രാഹ്മണനെ ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടീനെ. അവിടെ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് ഇവളുടെ ഭർത്താവിന് രോഗം പിടിപെട്ടു. അന്നേരം എനിക്ക് നോക്കാനൊന്നും കഴിയില്ല ഒരു വിചാരം വന്നു. 30 വർഷം കഴിഞ്ഞ സമയത്ത് 30 വാസരം കഴിഞ്ഞ സമയത്ത് ഭൂസരം മരിച്ചു. നേരം
എന്തിനാ ഇവള് വിപ്രനെ കുറിച്ചിട്ടൊന്നും തോന്നിയിട്ടില്ല. വിപ്രലാഭങ്ങൾ ചെയ്ത് ദുഃഖിച്ചുമേ സങ്കടം വന്ന് കരയുന്നുണ്ട് പാവം. അങ്ങനെ യൗവന കൊടുങ്കാറ്റ് വർദ്ധിക്കലേന്ന് നല്ല അതിസുന്ദരിയും യൗവനും അങ്ങനെ മാരസായകമേറ്റു പാരമങ്ങൾ ഉഴന്നു എന്നാ പറയുന്നത്. അങ്ങനെ ജാര സംസർഗം തുടങ്ങി. യൗവനം അങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് വേണ്ടാതെ ഭർത്താവ് മരിച്ചില്ലേ, വേണ്ടാത്ത പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. സുന്ദരന്മാരെ പുരുഷന്മാരെയൊക്കെ വരുത്താൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഗർഭം ഉണ്ടായി എന്ന് പറയുന്നു. ആരുടെ ഗർഭം എന്ന് പറയാനാവൂലല്ലോ. അങ്ങനെ ഈ ബന്ധുക്കൾ ഇതറിഞ്ഞ സമയത്ത് പറക്കി പുറത്തിട്ടു. നിന്നെ ഇനി നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ നടന്നു വേണ്ടത്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ശൂദ്രൻ കണ്ടു. ശൂദ്രനെ കണ്ടിട്ട് നല്ല സന്തോഷമായി. ശൂദ്രൻ ഇവളെ കണ്ടിട്ട് വലിയ പൈസക്കാരനാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിൽ ആക്കി. അങ്ങനെ പത്നിയാക്കി. ആടെ കുറേ കാലം നല്ല വീടെല്ലാം കെട്ടിക്കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് വാടുന്ന സമയത്ത് എല്ലാം മദ്യപാനവും ഒക്കെ മാംസഭോജനമൊക്കെ ചെയ്തു. ഈ സ്ത്രീ, ഈ ആര് ബ്രാഹ്മണ സ്ത്രീയല്ലേ, ഒക്കെ വേണ്ടാത്ത പണിയൊക്കെ എടുത്തു. എവിടെയോ പോയി. ഭർത്താവ് ഒരു ദിവസം പോയ സമയത്ത് ഇവള് മദ്യപാനം ചെയ്തിട്ട് പിന്നെ രാത്രി ഉറങ്ങുന്നില്ല. അന്നിട്ട് മാടിന്റെ മാംസം തിന്നണമെന്ന് തോന്നി. പുറത്ത് വാളും എടുത്തിട്ട് പോയ സമയത്ത് ആടിനെ കൊല്ലേണ്ട പകരം പശുവിനായിപ്പോയി കൊന്നത്. എന്നിട്ട് കൊന്നിട്ട് തിന്നുകയും ചെയ്തു. രാവിലെയൊക്കെ അല്ല അത് പശുവാന്ന് അറിയുന്നു. വിളക്കെടുത്തോണ്ട് രാവിലെ നോക്കി, അപ്പത്തേക്ക് പശു. പശുവിന്റെ കുട്ടി, അല്ല ആടിന്റെ അത്ര വലിപ്പം. ഇത് ശിവശിവാന്ന് വെക്കാൻ ജപിക്കുകയും ചെയ്തു. കഷ്ടം ശിവശിവാന്ന് ജപിച്ചു. അമ്മ ഇപ്പൊ പറയല്ലേ, ശിവശിവ ഇത് കഷ്ടമെന്ന് പറയുന്ന പോലെ ഇവളും പറഞ്ഞു. ആ ഒരു നാമം ജപിച്ചത് കൊണ്ട് തന്നെ എന്തായി, ശിവനാമം കീർത്തിച്ചില്ലേ. അങ്ങനെയാണ് ഇവള് ഈ പിന്നെ ഇങ്ങനെ ആയതെന്ന് പറയുന്നു. പിന്നെ ചണ്ടാലി മരിച്ചിട്ട് ചണ്ടാലിയായിട്ട് ജനിച്ചു. അന്നേരം വൃത്തികെട്ടൊരു രൂപത്തില് വന്നു എന്നാ പറയേണ്ടത്. കണ്ണ് കാണാതെ വന്നു പറഞ്ഞ ചണ്ടാലിച്ച കണ്ണൊന്നും കാണാണ്ടായി. എന്ന് ചണ്ടാലശൻ ദേഷിച്ചു വളർത്തി, സ്നേഹത്തോടൊന്നുമല്ല. അങ്ങനെ വളർത്തണ്ടേ പിന്നെ വിചാരിച്ചിട്ട്. വൃത്തികെട്ട പോലായിരുന്നു. ഒന്നും കൊടുക്കൂല. പഴങ്കഞ്ഞിയിലുണ്ടെങ്കിൽ അത് കൊടുക്കും. കാടിയും നമ്മളെ എന്താ ഭരതചക്രവർത്തിയുടെ കഥ പറഞ്ഞതുപോലെ കാടിയും തവിടും പുണ്ണാക്കെന്ന് പറഞ്ഞ പോലെ എല്ലാം കൊടുക്കും. എല്ലാം തിന്നും. പട്ടിണി കിടക്കും, കരയും, ചുട്ട വെയിലത്ത് കിടന്നോട്ട് ഉഴലും. അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് കുഷ്ഠം പിടിച്ചു, രാജേഷ്മാവും പിടിച്ചു, കാലും കയ്യിലും പഴുത്തു, ദുർഗന്ധമായി. മൂത്രവും പുരുഷവും, അതായത് പുരുഷം എന്ന് പറഞ്ഞാൽ മലം, മൂത്രവും പുരുഷവും എല്ലാം ഒന്നരപ്പാടെ പോയി. വേളിയും കഴിഞ്ഞില്ല. അങ്ങനെ ആരോ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചണ്ടാളൻ ഉണ്ടാക്കി കാട്ടിൽ കൊണ്ടുവച്ചിട്ട് പോയി. അങ്ങനെയാണ് ഈ ഇവിടെ എത്തിയതും ഈ പിന്നെ ശിവപൂജ ചെയ്തതും അവള്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുപോവാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. ആ ശിവ പൂജ ചെയ്തത് അറിയാതെ ഉറക്കം വരാഞ്ഞിട്ട് ഈ ഇല പറിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞതെല്ലാം. ശിവലിംഗം കുറേ ഉണ്ട് ഗോകർണത്തിൽ നല്ല പറയുന്നു. അപ്പൊ ഈ ഇല പറിച്ച് അതുപോലെ ഇതും ഈ മരമുണ്ട് ധാരാളം. ഇത് ആ വില്ലത്തിന്റെ പൂ പറിച്ച് ഇല പറിച്ചിട്ടിട്ടു. അതെല്ലാം മഹാദേവന് പൂജയായിട്ട് ഭവിച്ചു. ഇവള അങ്ങനെയാണ് കൊണ്ടുപോയത്. അങ്ങനെയാണ് ഈ മഹാദേവന്റെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നെ മനസ്സിലായി. അങ്ങനെ ഒരുപാട് നല്ല 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 കാര്യങ്ങൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ദോഷവശങ്ങളൊക്കെ മിത്രസഹന്റത് എല്ലാം പോയി ഗോകർണത്തിലേക്ക് എത്തി. അപ്പൊ കൃത്യയില്ലേ ഈ പയ്യേ വരുന്നുള്ളൂ. ഗോകർണത്തെത്തുമ്പം ഇത് പിറകോട്ട് മാറിയിരുന്നു, ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ശൈവപൂജ ചെയ്ത് ഭഗവാന്റെ പ്രസാദവും വാങ്ങി ആടെ സന്തോഷമായിട്ട് ജീവിച്ചു.
ഇദ്ദേഹം എന്നാണ് പറയുന്നത്. അത്ര കാലം ആയുസില്ലിച്ച് അത്ര കാലം അദ്ദേഹം ശിവപൂജ ചെയ്തിട്ട് ജീവിച്ചു. ഈ കാര്യങ്ങൾ കേട്ടാലും സ്മരിച്ചാലും ദുഃഖങ്ങള് ശമിക്കും എന്നും ഒരു എന്താ പറയാ അങ്ങനെ ഒരു കഥ പറഞ്ഞു. അങ്ങനെ സമ്പത്തൊക്കെ ഉണ്ടാവും. മാമുനി മഹർഷിമാരോട് പറയുന്നതാണ്. ശിവരാത്രി തന്നെ മഹാഭാരതം അത്രമാത്രം ഗുണം ഉള്ളതാണ്. അനശനം ത്യജിച്ചിട്ട് രുദ്രനെ പ്രദക്ഷിണം വെക്കണം, തുതിക്കണം, അർച്ചനം ചെയ്യണം, ജപിക്കണം, ഹോമം തർപ്പണം ഒക്കെ ചെയ്താൽ എല്ലാവർക്കും ഇതുപോലുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ശിവരാത്രി മഹാത്മ്യം എന്നുള്ള ആ അതിവിശേഷപ്പെട്ട കഥ സജ്ജന സമക്ഷം മഹാദേവന്റെ തൃപ്പാദത്തിലും സജ്ജന സമക്ഷവും ഞാൻ സമർപ്പിക്കുന്നു. ശിവരാത്രി മഹാശിവരാത്രി അല്ലേ? അപ്പൊ എനിക്ക് തോന്നി ഒരു മഹാദേവന്റെ ഒരു കഥ പറയാം. താല്പര്യമുള്ളവരൊക്കെ കേൾക്കട്ടെ. ആചാര്യ കേൾക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും എന്നൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്.